ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എത്രത്തോളം അപകടത്തിലേക്കാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാറില്ലേ? നമ്മുടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുടുംബങ്ങളുടെ അവസ്ഥ, ഛിന്ന ഭിന്നമായ ദാമ്പത്യ ബന്ധങ്ങൾ, ലഹരിക്കടിമകളായ കുട്ടികൾ, സ്വന്തം സുഖത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവർ, ഒരാളെ കൊലപ്പെടുത്താൻ പോലും, ഉറ്റ ബന്ധുക്കളെ പോലും കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവർ, ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് രണ്ട് വാർത്തകളാണ്. രണ്ടും കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ തല മരവിച്ചു പോകും. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം, അതോടൊപ്പം കൊല്ലത്ത് പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിറ്റ യുവാവ്. സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത് ആലപ്പുഴ കരുവാറ്റയിലേക്കാണ്. കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം 13-കാരിയുടെ, ഉറ്റ ബന്ധുവായ 13-കാരിയുടെ കൊട്ടേഷൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഐഫോണും ബൈക്കും മേടിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി കൊട്ടേഷൻ നൽകിയത്. കൊലപാതകം നടത്തിയത് പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കളും ചേർന്ന്. പ്രതികളെല്ലാവരും പ്രായപൂർത്തിയാകാത്തവർ. കഴുത്ത് ഞെരിച്ച് അതിക്രൂരമായിട്ടാണ് ഈ വയോധികനെ കൗമാരക്കാർ ചേർന്ന് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പെൺകുട്ടിയെ വീഡിയോ കോളിലൂടെ പ്രതികൾ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ശരണ്യ സ്നേഹിജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഇന്നലെ ഇതൊരു കൊലപാതകമാണ് എന്ന് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിൽ പോലും ഇത് ഒരു ഉറ്റ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന വ്യക്തത ഇന്നാണ് വരുന്നത്. മാത്രമല്ല, ഈ കൊലപാതകത്തിന്റെ രീതി, എന്തിനിവർ കൊലപ്പെടുത്തി എന്ന ചോദ്യം, അത് കൊട്ടേഷൻ കൊലപാതകം, പ്രതികളെല്ലാവരും പ്രായപൂർത്തിയാകാത്തവർ, പണത്തിനും അതോടൊപ്പം ഐഫോണിനും ബൈക്കിനും വേണ്ടി ഒരു വയോധികനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ? അതിനു മുൻപ് ഒരു നാട്ടുകാരന്റെയും വാർഡ് മെമ്പറുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്ന വിവരങ്ങളെന്ന് അതിൽ നിന്ന് കേൾക്കാം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ് അവളെ അങ്ങ് വെട്ടി തിരിഞ്ഞ് പോവുകയായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഇവിടെ നമ്മളോട് വല്ല മുടക്കം കൊണ്ട കാര്യം, അല്ലെങ്കിൽ വീട്ടിൽ വല്ല ടെൻഷനുള്ള കാര്യം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ മൈൻഡ് ചെയ്തു. ഞാൻ പിന്നെ അത് കോഴി കൊടുത്തിട്ട് അപ്പം അളിയൻ്റെ മോൻ ജോഷിലാൽ SNDP സെക്രട്ടറിയാണ് ഇവിടുത്തെ. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ട് അമ്മ കണ്ട, ഞാൻ ജോഷി ഇങ്ങോട്ട് വരുന്നു, നീ ഒന്ന് നോക്കിയത്. ഞാൻ നിനക്ക് വരെ വല്ല കാര്യത്തിൽ വന്നായിരിക്കും. അപ്പോൾ ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യാം, അമ്മയ്ക്ക് വയ്യാതാണ് ഞാൻ പാചകം ചെയ്യുക. അപ്പം ഞാൻ പാചകം ഇട്ടു. ഇപ്പോൾ ഇവൻ വന്ന് പുറകെ 1-2 പേരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2-3 പേര് വരുന്നു, ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ വരുന്നു. അപ്പോൾ ഏതോ സംതിങ് അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അപ്പം ഈ കുട്ടിയാണോ നിങ്ങളോടൊക്കെ പറയുന്നത് അകത്ത് വാതിൽ തുറക്കുന്നില്ല? കിഴക്കാരെ ചെന്ന് പറയുന്നു. അവിടെയാണ് ചെന്ന് കുട്ടി പറയുന്നത്. അവളോട് ഞാൻ ചോദിച്ചു, നിന്റെ അമ്മ പ്രസവിച്ചത് ഇല്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. വന്നതും ആ പെൺകുട്ടി ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കായിരുന്നു വന്നത്. അപ്പം ഞങ്ങൾ കഥ വന്നു, അകത്ത് കയറി. ജോഷി അകത്ത് കയറുന്നു, പുറകെ ഞാൻ കയറി. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇങ്ങനെ വളഞ്ഞു കൂടി ചെമ്മീൻ പോലെ കിടക്കുന്നു. അപ്പോൾ ഈ കൈ രണ്ടും കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ കൈ ഇപ്പോട്ടും മുട്ടയെ കൊണ്ടു, കാലിൻ്റെ മുട്ടയെ കൊണ്ടു, മുട്ടിനടിയിൽ കൂടെ ഈ കയറെടുത്തിട്ട്, ഇതിലുള്ള കയർ തന്നെ എടുത്തിട്ട് ചുറ്റിക്കെട്ടിട്ട് ആ കയർ വീണ്ടും മേലോട്ട് കൊണ്ടുവന്ന് പെടലേക്ക് ചുറ്റിയിരിക്കുകയായിരുന്നു. അതായത് ഒരു ചെമ്മീൻ വളഞ്ഞു കൂടുമ്പോൾ എങ്ങനെയുണ്ടോ ആ രീതിയിലായിരുന്നു ആ ഡെഡ് ബോഡി കണ്ടത്. അപ്പോൾ വായിന്ന് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു കുറേശ്ശെ. ഇത്രയും ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത്, ഇത് കാണുന്ന സമയത്തൊക്കെ ഈ കുട്ടിയും ഇവിടെ ഉണ്ട്. കുട്ടി ഇപ്പോൾ പരിസരത്തിൽ അവൾ അങ്ങനെ ആരോഗ്യമായിട്ടേ സംസാരിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നു. അത് ആരെ എന്താ നമുക്ക് അവൾ ഈ റോഡിൽ നടന്നുകൊണ്ട് തെക്കോട്ട് മുടക്കം നടന്നുകൊണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വന്നു തരും ഞങ്ങൾ കയറുന്ന സമയത്ത്. പിന്നെ കുറേ കഴിഞ്ഞ് പോലീസുകാരൊക്കെ വന്നപ്പോൾ അവൾ വിളിപ്പിച്ചപ്പോൾ ഇവിടെ വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇതിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന പോലീസ് ഓഫീസേഴ്സൊക്കെ സംസാരിച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ മേടിച്ച് അവളെല്ലാത്തും ചോദിക്കുന്നതിനൊക്കെ ശരിയായ ഉത്തരമൊക്കെ പറയുന്നുണ്ട്. ഒന്നിനും മറുപടി ഇല്ലാതില്ല. ഒരു പരിഭ്രമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു. വളരെ ധൈര്യത്തിൽ എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നു. പിന്നെ വിഷമം കാണിക്കുന്നുണ്ട്, മരിച്ചു പോയതിലായ ഒരു വിഷമം മുഖത്ത് വെച്ച് നമുക്ക് കാണാം. ഇവിടെ പോലീസുകാർ നോക്കിയിട്ട് പറയുന്നത് ഇയാൾ മരിച്ചിട്ട് ഏതാണ്ട് 30 മണിക്കൂർ കഴിഞ്ഞു. അതായത് ശനിയാഴ്ച രാത്രിയിലായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ ഈ മനുഷ്യനെ ഞാനിവിടെ ഈ വീടിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ട്. അപ്പോൾ പെണ്ണ് പറഞ്ഞായിരുന്നു, അമ്മ പോകുമ്പോഴേക്ക് 8 പോയിൻ്റ് ആഭരണം ഇവിടെ അലമാരി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് ഇവളെ കൂട്ടുകാരോട് പറഞ്ഞു കാണും. അപ്പം പിന്നെ ഇവളെ വിളിപ്പിച്ച് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സന്ധ്യ കഴിഞ്ഞ് ഇവളെ വിളിപ്പിച്ച്
ഇവളെ അറസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം സംഭവിച്ചു. ഞാൻ ഇന്നലെ രാവിലെ 9:30 മണിക്കാണ് ഇങ്ങനെ ഇവിടെ ഒരു കൊലപാതകം നടന്നതായിട്ട് ഞാൻ അറിയുന്നത്. ഈ വീടിന്റെ തൊട്ട് കിഴക്ക് വശത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ ജോഷിലാൽ എന്റെ സുഹൃത്ത്, അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത്, മെമ്പറെ ഇന്നപോലെ പടിഞ്ഞാറെ വീട്ടിലെ ആള് മരണപ്പെട്ട് കിടക്കുന്നു, കൈയും കാലും കിട്ടിയ നിലയിലാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ അടുക്കളയുടെ വടക്ക് വശത്ത ഒരു ഷെഡ്, പിന്നെ വർക്ക് ഏരിയയുടെ ഒരു ഡോറ് ഇവര് അടുത്ത് പണി ചെയ്ത ആളിനെ കൊണ്ടാണ് ഈ ജോഷിലാലാണ് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾ അവിടെ മരണപ്പെട്ടതല്ല, ഇങ്ങനെ കിടന്ന് കൈയും കാലും, കാല് നോർമലായിട്ടുള്ള കെട്ടായിരുന്നു, കൈ വളരെ ശക്തമായിട്ട് കുറെ 3 വർഷമായിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളിലും ഈ വീടുകളിൽ പല ആവശ്യങ്ങൾ പഞ്ചായത്തോട്, എന്റെ വൈഫായിരുന്നു നേരത്തെ മെമ്പർ, അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വന്നത്. പല ആവശ്യങ്ങൾക്കും പഞ്ചായത്തോട് ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്ക് ഇവിടെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇവിടുത്തെ കുടുംബത്തിനെ ഒന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലേക്ക് വരുന്ന റോഡിൽ വെള്ളം കെട്ടിയിരുന്നപ്പോൾ പരിസരവാസികൾ പറഞ്ഞ് ഇവരുടെ വീട് പണിക്ക് ഇവരുടെ മകൾക്ക് 2 മക്കൾക്കും ഇതിന് തൊട്ട് മുൻപായിട്ട് വീട് പണിയുന്നുണ്ട്. ഇപ്പം വാടക വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ആ വീട്ടിലേക്ക് ലോഡ് വന്നപ്പോൾ പൈപ്പ് പൊട്ടിയതുകൊണ്ടാണ് വെള്ളം ഒഴുകാത്തത് പറഞ്ഞനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് ബെല്ലടിച്ചപ്പോൾ ഇവിടുത്തെ ഒരു സ്ത്രീ, ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരു സ്ത്രീ തുറന്നു. ഞാൻ കാര്യം പറഞ്ഞു നമ്മുടെ പൈപ്പ് ഇടാ എന്ന് പറഞ്ഞ് കഥ കടയ്ക്കാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിസരവാസികൾ പറഞ്ഞുള്ള. ശിവൻകുട്ടിയെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ഇന്നലെ ഫോണിലാണ് കാണുന്നത്. പിന്നെ മരിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം സൈക്കിളിൽ ഉരുട്ടിക്കൊണ്ട് പോകും എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചായക്കടയുണ്ട്, അവിടെ പോലും അദ്ദേഹം അങ്ങനെ വന്നിരിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴ കരുവാറ്റയിൽ 67കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അവിശ്വസനീയമായ കഥകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഒരു കുട്ടിത്തം മാറി ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രായമേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, വീടുകളില് ഇതുപോലെ ഈ പ്രായത്തിലുള്ള കൊച്ചുമക്കളുണ്ട്. അവരെ ചെറിയ കുസൃതികൾ മാത്രം കാണിച്ച് വളരുന്നൊരു കാലഘട്ടം. ആ പ്രായത്തിലാണ് ഒരു പെൺകുട്ടി കൊലപാതകത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നത്, കൊട്ടേഷൻ നൽകുന്നത്, അതും ഐഫോൺ വാങ്ങാൻ, കാമുകന് ബൈക്ക് വാങ്ങാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സൂചനകൾ ഈ പെൺകുട്ടിയിലേക്ക് എങ്ങനെയാണ് അന്വേഷണം എത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നോ, അതോ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ടോമെ, കരുവാറ്റയിലെ ഈ വീട്ടിൽ ഇവരെ താമസം ആരംഭിച്ചിട്ട് 1.5 വർഷം മാത്രമാണ് ആകുന്നത്. 6 മാസം മുമ്പാണ് കൊല്ലപ്പെട്ട ശിവൻകുട്ടി അവിടേക്ക് എത്തുന്നത്. അതായത് ശിവൻകുട്ടിക്ക് 2 പെൺമക്കളാണ്. ഇവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കായാണ് ഇയാൾ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. വീട് നമ്മൾ നേരത്തെ സംസാരിച്ചയാൾ വീട് വാടകയ്ക്ക് നൽകിയ വ്യക്തിയാണ്. ആ വീടിനോട് ചേർന്ന് തന്നെ, അദ്ദേഹത്തിന്റെ വീടാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, ആ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മളോട് സംസാരിച്ച അയൽവാസിയായ വ്യക്തിയുടെയും വീട് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് 6 മാസം മുമ്പ് ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായാണ് ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ 2 മക്കളും പെൺമക്കളും വിദേശത്തായിരുന്നു. അതിനുശേഷം ഒരാൾ നാട്ടിലേക്ക് എത്തി, ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റേ മകൾ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മക്കളുടെ വീടിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പണം ആ വീട്ടിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ വീട്ടിൽ ഒരു 8 പവനോളം സ്വർണവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സ്വർണം പണം കൈക്കലാക്കുന്നതിനും വേണ്ടിയായിരുന്നു കൊലപാതകം എന്നുള്ള വിവരമാണ്. അതായത് ഈ കൊലപാതകം നടന്നു എന്നുള്ള വിവരം പുറത്തറിയുന്നത് ഇന്നലെ രാവിലെയാണ്. പക്ഷെ ശനിയാഴ്ച രാത്രിയോടുകൂടി മർഡർ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. അതിനനുസരിച്ച് ഈ കൊല്ലം പരവൂർ സ്വദേശികളായ 16-17 വയസ്സുള്ള 3 കുട്ടികൾ അവര് വന്നിട്ടുള്ളതിന്റെ ട്രെയിൻ ടിക്കറ്റ് അടക്കമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. കാരണം ഈ കൗമാരക്കാരായ 4 പേർ ചേർന്നിട്ടാണ് ഈ കൊലപാതകം. അതിൽ ഇതിന്റെ മുഖ്യ ആസൂത്രണം നടന്നിട്ടുള്ളത് ഈ അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ആ കുട്ടിക്ക് 13 വയസ്സ് മാത്രമാണ് ഉള്ളത്. ഈ കുട്ടിയാണ് എങ്ങനെ വരണമെന്നും എങ്ങനെ കൊലപ്പെടുത്തണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഈ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ, സ്വർണം കവരുന്നത്, വീടിനകത്ത് നിന്ന് അലമാരി തുറന്ന് അതിനകത്ത് സ്വർണം എടുത്തിട്ടുണ്ട്, മൊത്തം വസ്ത്രങ്ങളും വാരി വലിച്ച നിലയിലായിരുന്നു, പണം എടുത്തിട്ടുണ്ട്, മുളക് പൊടി വിതറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുട്ടി പറഞ്ഞിരുന്നത് തൻ്റെ അമ്മയും മറ്റുള്ളവരുമൊക്കെ അവിടെ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ
പിന്നീട് ഈ ശനിയാഴ്ച പോയ ആൾ പിന്നെ ഞായറാഴ്ച വന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ അടുത്ത ബന്ധുവിനെ കാണാതായതിനുള്ള സംശയങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിക്കാതെ വിളിച്ചിട്ട് കതവ് തുറന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഇവിടെ എത്തുന്നു, അതായത് തിങ്കളാഴ്ച ഇന്നലെ രാവിലെയോടുകൂടി വീണ്ടും എത്തി ആണ് അയൽവാസിയായിട്ടുള്ള ആളോട് ചെന്നിട്ട് ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അവരെത്തി പരിശോധന നടത്തുമ്പോഴാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിലിലൂടെ അകത്തേക്ക് പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് ഈ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഡൈനിങ് ടേബിളിന്റെ സൈഡിലായി മൃതദേഹം കിടക്കുന്നതായി കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ വീട്ടിലൊരു ശുചിമുറിയുണ്ട്. ആ ശുചിമുറിയുടെ വെന്റിലേഷൻ അതൊരു ചെറിയ ഭാഗമാണ്. ആ ചെറിയ ഭാഗത്തിലൂടെയാണ് ഈ കുട്ടികൾ, അതായത് കൊച്ചുകുട്ടികളാണ്, ഇവരാണ് അകത്തൊക്കെ കയറിയത് എന്നുള്ളതാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൃത്യത്തിന് മുൻപ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും തലയ്ക്ക് ശക്തമായ അടിയേറ്റെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. അടിയെ തുടർന്ന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ച് ശിവൻകുട്ടിയെ പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആ പോസ്റ്റ്മോർട്ടം വിവരങ്ങളിലേക്ക് എത്താം. ശരണ്യ സ്നേഹജനിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.